5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനും അതുപോലെ തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും എങ്ങനെയായിരുന്നു നമ്മുടെ നിലമ്പൂരിലെ രാഷ്ട്രീയ കാലാവസ്ഥ, എത്ര ശതമാനം വോട്ട് ഓരോരുത്തരും പിടിച്ചു എന്ന് അറിയുന്നത് നല്ല രസകരമാണ്. അവിടെ നിലമ്പൂർ നഗരസഭ എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അത് ആര്യാടൻ ഷൗക്കത്ത് നേരത്തെ അതിൻ്റെ ചെയർമാനൊക്കെ ആയിരുന്നു. 7 ഗ്രാമപഞ്ചായത്തുകളാണുള്ളത്. ചുങ്കത്തറ, എടക്കര, കരുളായി, വഴിക്കടവ്, പൂത്തേടം തുടങ്ങിയ 5 പഞ്ചായത്തുകൾ UDF ആണ് ഇപ്പോൾ ഭരിക്കുന്നത്. UDF ഭരിക്കുന്ന ചുങ്കത്തറ, എടക്കര, കരുളായി, വഴിക്കടവ്, പൂത്തേടം 5 പഞ്ചായത്തുകൾ UDF ഭരിക്കുന്നു. ഐക്യജനാധിപത്യ മുന്നണി. പോത്തുകല്ലും അമരമ്പലമാണ് LDF ഭരിക്കുന്നത്. നിലമ്പൂർ നഗരസഭ ഇപ്പോൾ LDF ആണ് ഭരിക്കുന്നത്. നേരത്തെ UDF ആണ് ഭരിച്ചിരുന്നത്, ഇപ്പോൾ LDF ആണ് ഭരിക്കുന്നത്. എന്തായിരുന്നു 2021 ഒരു അവസ്ഥ? ഓരോ പഞ്ചായത്തിലും എന്തായിരുന്നു സ്ഥിതി, അല്ലെങ്കിൽ നഗരസഭയിൽ എന്തായിരുന്നു സ്ഥിതി എന്ന് നമുക്ക് ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ VV പ്രകാശായിരുന്നു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. അത് ആര്യാടൻ ഷൗക്കത്ത് VV പ്രകാശിൻ്റെ കാല് വലിച്ചതാണ് അല്ലെങ്കിൽ തള്ളിയിട്ടതാണെന്നൊക്കെ പറഞ്ഞ് പിറകിൽ നിന്ന് വലിച്ചു എന്നൊക്കെ പറഞ്ഞ ആക്ഷേപങ്ങളുണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്നാൽ PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. 80,000 വോട്ടിന് അവിടെ ജയിക്കുന്നു. അവിടെ ഓരോ പഞ്ചായത്തിൻ്റെയും ഒരു വിശകലനം നോക്കുന്നത് നന്നായിരിക്കും. ഒന്നാമതായി നമുക്ക് വഴിക്കടവ് പഞ്ചായത്ത് നോക്കാം. അവിടെ 75.50% വോട്ട് കഴിഞ്ഞ പ്രാവശ്യം പോളിംഗ് ചെയ്തു. അതിൽ അവിടെ 35 വോട്ട് LDFന് കിട്ടിയിട്ടുണ്ട്. മുത്തേടത്ത് 76.17% വോട്ട് UDFന് ആണ് അവിടെ ലീഡുള്ളത്. 1803 വോട്ടിൻ്റെ ലീഡുണ്ട്. എടക്കരയിലാണെങ്കിൽ 74.18% വോട്ട് കഴിഞ്ഞ പ്രാവശ്യം നടന്നു. UDFനാണ് അവിടെ മുൻതൂക്കം. 97 വോട്ട് UDFന് കിട്ടിയിട്ടുണ്ട്. പൂത്തുകല്ലിലാണെങ്കിൽ 74.94% വോട്ട് ചെയ്തു. വോട്ടിംഗ് ശതമാനം ഉണ്ടായി. 506 വോട്ട് LDFന് അവിടെ ഇത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചുങ്കത്തറ UDFനാണ് 300 വോട്ട് കൂടുതൽ ലഭിച്ചു. നിലമ്പൂർ നഗരസഭയിൽ സംബന്ധിച്ചിടത്തോളം അത് 1513 വോട്ട് LDFന് കൂടുതൽ ലഭിച്ചു. കരുളായിയിൽ 1446 വോട്ടാണ് LDFനാണ് കൂടുതൽ ലഭിച്ചത്. അപ്പോൾ UDF പഞ്ചായത്താണ്, ആലോചിച്ചോണം. LDFനാണ് കൂടുതൽ ലഭിച്ചത്. അമരമ്പലത്ത് 77.07% വോട്ടിംഗ് പാറ്റേൺ നടന്നു. 1492 വോട്ട് LDFനാണ് ലീഡ് കിട്ടിയത്. അപ്പോൾ UDFൻ്റെ പഞ്ചായത്തുകളായിട്ടുള്ള 5 പഞ്ചായത്തിൽ തന്നെ LDFന് നല്ല ലീഡ് കിട്ടിയ കഥകളാണ് അവിടെ പറയാനുള്ളത്. 1, 2, 3, 5 പഞ്ചായത്തിൽ LDFനാണ് ലീഡ് കിട്ടിയത്. UDFനാവട്ടെ 2 പഞ്ചായത്തിൽ, എടക്കര പഞ്ചായത്തിൽ വെറും 97 വോട്ടിൻ്റെ ലീഡാണ് കിട്ടിയത്. അതുപോലെ ചുങ്കത്തറ പഞ്ചായത്തിൽ 300 വോട്ടിൻ്റെ മാത്രം ലീഡാണ് കിട്ടിയത്. അതേസമയം 5 പഞ്ചായത്തിലും ഒരു നഗരസഭയിലും LDFനാണ് ലീഡ് കിട്ടിയത്. പക്ഷേ ഇപ്പോൾ ഉള്ള ഈ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുമ്പോൾ ആ 7 പഞ്ചായത്തുകളിലെയും അല്ലെങ്കിൽ നഗരസഭയുടെയും കണക്കെടുക്കുമ്പോൾ ഒരു അൻവർ ഫാക്ടർ കൂടിയുണ്ട്. അൻവർ ഫാക്ടർ എന്ന് ഞാൻ പറയുന്നത്, അൻവർ സ്വതന്ത്രനാണ്. അപ്പോൾ കുറേ ആളുകളുടെ കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത കുറച്ച് മുസ്ലിംസിൻ്റെ വോട്ട് കിട്ടും, ലീഗിനെ വോട്ട് ചെയ്യുന്നവരെ കുറച്ച് വോട്ട് കിട്ടും. പിന്നെ അൻവർ നല്ലൊരു സാമ്പത്തികമായി മെച്ചമുള്ള സാമ്പത്തികമായി നല്ല നിലയിലുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ സമ്പത്തും അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ രീതികളും അവിടെ പണവും കൂടി കുറച്ച് ഇറക്കി കാണുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മേന്മ, അതിൻ്റെ ഒരു മെച്ചം അൻവറിന് കിട്ടിക്കാണും. അപ്പോൾ എന്തായാലും ഒരു 10-15 വോട്ടെങ്കിലും അങ്ങനെ അൻവർ ശേഖരിച്ചിട്ടുണ്ടാവും. ചുരുക്കത്തിൽ എന്ത് തന്നെ പറഞ്ഞാലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ ഭരിച്ചിരിക്കുന്നത് 5 പഞ്ചായത്തുകൾ UDF ഭരിക്കുകയും 2 പഞ്ചായത്ത് LDFും നഗരസഭ LDF ഭരിക്കുന്ന കണക്കനുസരിച്ച് പറഞ്ഞാൽ, ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ കണക്കനുസരിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ UDFനാണ് മുൻതൂക്കം വരേണ്ടത്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ അവിടെ മുൻതൂക്കം വന്നിരിക്കുന്നത് VV പ്രകാശിനേക്കാൾ നമ്മുടെ ഓരോ പഞ്ചായത്ത് എടുത്താലും 2 പഞ്ചായത്ത് ഒഴിച്ച് ബാക്കി എല്ലാ പഞ്ചായത്തുകളിലും മുൻതൂക്കം വന്നിരിക്കുന്നത് LDFനാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ അൻവറിൻ്റെ ഫാക്ടർ കൂടെ അവിടെ ഉണ്ടായിരുന്നു. അന്ന് അൻവർ ആയിരുന്നു സ്ഥാനാർത്ഥി. അൻവർ ഫാക്ടർ ഇപ്പോൾ മൈനസ് ചെയ്യണം. അതുപോലെ തന്നെ BJP ഇപ്പോൾ കുറച്ചുകൂടി ശക്തമായിട്ടുണ്ട്. കുറച്ചുകൂടി, കാര്യം മോഡിയുടെ 1ാം വാർഷികമാണ്. ഓപ്പറേഷൻ സിന്ദൂർ വന്നു കഴിഞ്ഞു. അതിൻ്റെ ഒരു മേന്മ വന്നു. വഖഫ് നിയമം വന്നു. അതിനുശേഷം അപ്പോൾ വഖഫ് നിയമത്തിന് ക്രിസ്ത്യാനികളുടെ ഇടയിൽ പോസിറ്റീവായിട്ടും മുസ്ലിമുകളുടെ ഇടയിൽ നെഗറ്റീവായിട്ടും BJPക്ക് ഒരു സാധ്യത വരും. പിന്നെ കർഷക കോൺഗ്രസിൽ നിന്നൊരു ആളാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു അപ്രമാദിത്വമുണ്ട്. ഇങ്ങനെ പല രൂപത്തിൽ BJPയുടെ വലിയൊരു ഒരു എൻട്രൻസ് ഉണ്ട് അവിടെ. അപ്പോൾ BJPയുടെ എൻട്രൻസ് എങ്ങനെയാണ് വരിക, അല്ലെങ്കിൽ BJPയുടെ റോൾ എന്താണ് സംഭവിക്കുക എന്നറിയില്ല. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ അൻവർ ഫാക്ടർ എങ്ങനെയാണ്, അതൊരു കുറേ വോട്ട് എന്തായാലും 10-20 വോട്ട് കൊണ്ടുപോയാൽ കഴിഞ്ഞാൽ അത് ആരുടെ വോട്ടാണ് കൊണ്ടുപോവുക? ഈ ഓരോ പഞ്ചായത്തിലും ഞാൻ ഈ പറഞ്ഞ LDFൻ്റെയും UDFൻ്റെയും പഞ്ചായത്തുകളിൽ ഓരോ പഞ്ചായത്തുകൾ എടുക്കുകയും നഗരസഭ എടുക്കുകയും ചെയ്താൽ ആരുടെ വോട്ടാണ് മറിക്കുക എന്നിപ്പോൾ നമുക്ക് ഒരു ധാരണയുമില്ല. ആ വോട്ടുകൾക്കനുസരിച്ചായിരിക്കും നിലമ്പൂർ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ടിംഗ് നിലവാരമുണ്ടാവുക. അതിനനുസരിച്ചായിരിക്കും നമ്മുടെ
പിന്നെ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ഓരോ പഞ്ചായത്തുകളുടെയും കണക്ക് വെച്ച് നോക്കുമ്പോൾ നിലമ്പൂർ ആര് ജയിക്കുമെന്ന് നമുക്ക് ഇപ്പോൾ പ്രവചിക്കുക ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ UDF-ന് 5 പഞ്ചായത്ത്, LDF-ന് 2 പഞ്ചായത്ത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കഥ വീണ്ടും മാറി. അങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന നിലമ്പൂരിൽ ആര് ജയിക്കും എന്നുള്ളത് പ്രവചിക്കാൻ ഇനിയും കുറച്ച് ദിവസം കൂടെ ആവശ്യമുണ്ട്. യഥാർത്ഥ റിസൾട്ട് അറിയാൻ നമുക്ക് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്ന അന്ന് രാവിലെ 10 ഇലക്ട്രോണിക് ആയതുകൊണ്ട് 10-11 മണിക്ക് റിസൾട്ട് വരും. ആ സമയം വരെ കാത്തിരിക്കേണ്ടി വരും.